CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെന്റ് സ്ഥലത്ത് ഏകദേശം 1700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന 2 നില പുതിയ കിഡിലൻ വീട്. ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. മെയിൻ PWD റോഡിൽ നിന്നും ഏകദേശം 40 മീറ്റർ നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 2 നിലകളിലായിട്ട് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഈ വീട്ടിൽ 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ല സൂപ്പർ വീടാണ്. മുറ്റൊക്കെ ഇതുപോലുള്ള സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. താമസിച്ചിട്ടില്ല, പുതിയ വീടാണ്. നല്ല ഭംഗിയുള്ള എലിവേഷനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു വീട് ഇതിൻ്റെ ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു 6-7 സെൻറ്റ് സ്ഥലം, കാലി സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാറ്റം സ്വീകരിക്കും. വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം. നല്ല വൃത്തിയുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികൾ എല്ലാം വുഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം, വാതിൽ കട്ടില, ജനൽ കട്ടിലുള്ള എല്ലാം ടാറ്റ സ്റ്റീലിലാണ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മരമല്ല, സിമെൻ്റ് ഒന്നുമല്ല, എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. വെള്ളത്തിനായിട്ട് നല്ലൊരു കിണറുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ഇതുണ്ട്, നേരെ ഫ്രണ്ടിലൊക്കെ വീടുകളുണ്ട്. ഇതാണ് മെയിൻ ഡോർ വരുന്നത്. സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ലിവിംഗ് കം ഡൈനിങ് ആണ്. രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു ഹാളാണ് കേട്ടോ. ഫോർ ബൈ 2 സൈസിൽ വരുന്ന മാറ്റ് ടൈലാണ് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത്. സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പോർഷനിൽ ഇവിടെ ഡൈനിങ് ഏരിയ. മുകളിലേക്കൊരു ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു ഓപ്പൺ ബാൽക്കണി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പുട്ടി വർക്ക് ചെയ്തതാണ്. ചുമര് മുഴുവനായിട്ട് പുട്ടി വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസ് ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. എല്ലാം നല്ല ഹൈറ്റിലാണ്. സാധാരണ വിൻഡോസിലേറെ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഒരുപാട് LED ലൈറ്റ്സ് ഉണ്ട്. മുകൾ ഭാഗം ഓപ്പൺ ബാൽക്കണിയാണിത്. ഹാളിൽ നിന്നുള്ള ബാൽക്കണിയാണിത്. അതിൻ്റെ മുകളിലായിട്ട് പർഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റാണ് ഇത് വരുന്നത്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ചവിട്ടുന്ന ഭാഗങ്ങൾ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ട് കേട്ടോ. നിറ്റ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടൈലാണ് അടിഭാഗം ഒട്ടിച്ചിട്ടുള്ളത്. ബ്രാൻഡഡ് ആയിട്ടാണ്. സ്റ്റെയറിൻ്റെ അടിഭാഗത്താണ് വാഷ് കൗണ്ടറിൻ്റെ സ്ഥാനം. സെറാമിക് ബോക്സ് ടൈപ്പിലെ വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ ചെയ്തിട്ടുള്ളത്. ഇനി അടിഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് 1 ബെഡ്റൂം. ഈ 3 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗം സീലിങ്ങിലൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് പുട്ടി വർക്ക് കഴിഞ്ഞതാട്ടോ. 10-11 സൈസിലാണ് ഈ റൂം വരുന്നത്. ബാത്റൂമിനോട് ചാരിയിട്ട് ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ അല്ലെങ്കിൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ എല്ലാ 3 ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വാഷ് ബേസിൻ ഉണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്.
ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമുക്ക് നോക്കിയാൽ കാണാം. ഈ CP ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതുണ്ടോ, സിംഗിൾ ലിവർ വാൾ മിക്സറാണിത്. അടിഭാഗത്ത് സ്പൗട്ട് എല്ലാം കോസ്റ്റ്ലി പ്രൊഡക്റ്റുകളാണ്, ഗ്യാരണ്ടീഡ് ആണ്. ഏറ്റവും നല്ല ബ്രാൻഡിൻ്റെ ജാഗ്വർ എന്നുള്ള ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ബാത്റൂമുകളിൽ CP ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതാണ് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സെയിം സൈസ് തന്നെയാണ്. ബാത്റൂമിൻ്റെ ഡോർസ് വെച്ചിട്ടില്ല, റെഡിമെയ്ഡ് ഡോർ. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് പല വെറൈറ്റി ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഫാൻസി നിങ്ങൾക്ക് ഏതാണോ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വില വരുന്നുള്ളൂ. ഒരു 1500-2000 ഒക്കെ ഒരു ഡോറിന്, ബാത്റൂം ഡോർസിന് വില വരുന്നുള്ളൂ. പക്ഷേ അത് ഒരുപാട് മോഡൽസിലുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വെക്കാം. ബാത്റൂമിന് നിലവിൽ ഡോറുകൾ വെച്ചിട്ടില്ല, മറ്റുള്ള എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ഇനി കിച്ചൺ. ബാത്റൂം ഡോറിനെ പറഞ്ഞതുപോലെ തന്നെ കിച്ചണിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒരുപാട് വെറൈറ്റികളുണ്ട്, പല വിധത്തിൽ പല എമൗണ്ടിലുള്ള ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് പല വിലയുടെ ഉണ്ട്. ചില ആളുകൾക്ക് ഇപ്പോൾ വീടാകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പുതിയ വീടൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള കിച്ചൺ വേണമെന്നുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഏരിയ നമ്മൾക്ക് വിട്ട് കൊടുത്തിക്കാണ്. അപ്പം നിങ്ങളെ ഇഷ്ടാനുസരണം കിച്ചൺ ക്യാബിനറ്റ് ഏത് രീതിയിൽ വേണം എങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേണ്ട, സാധാരണ ഒരു സ്ലാബ് വാർത്തിട്ട് ടൈൽ ഒട്ടിച്ചാൽ മതി എങ്കിൽ സിമ്പിളായിട്ട് തീർക്കാം. ഇവിടെ ആലുവ പുകയില്ലാത്തൊരു അടുപ്പിനുള്ള ഏരിയ ഉണ്ട്. ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സ്ലാബ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം, അടുക്കള ഭാഗത്ത്. ഒരു തെങ്ങ് വരുന്നുണ്ട്. മെയിൻ റോഡാണ് ഈ കാണുന്നത്. കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ മെയിൻ PWD ഹൈവേ റോഡാണത്. ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ, മുകൾ ഭാഗത്ത് നിലവിൽ ഒരു ബെഡ്റൂം, ഓപ്പൺ ടെറസ്, അതുപോലെ തന്നെ വലിയൊരു ഹാള്, ഒരു ബാൽക്കണി, സിറ്റ് ഔട്ട്, ഇത്രയും ഫെസിലിറ്റിയാണ് മുകൾ ഭാഗത്തുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ മുകൾ ഭാഗം വുഡും അടിഭാഗം സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് മുകൾ ഭാഗത്ത്. 10-11 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. ബെഡ്റൂമിലെ ബാത്റൂമാണിത്. 3 ബാത്റൂമിലും ടൈലുകൾ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട് മുകൾ ഭാഗത്ത്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ കേട്ടോ, ഒരു VIP ഏരിയ ആണ്. പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് മുകൾ ബാൽക്കണി എന്നുള്ളത്. മെയിൻ റോഡാണ് ഈ കാണുന്നത്. അതായത് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ. ഇനി ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഇത് അടിഭാഗത്ത് ആ ബെഡ്റൂം അതേപോലെ മുകളിലേക്ക് പൊക്കണമെങ്കിൽ ചുമരും കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബെഡ്റൂമും കൂടെ ഇവിടെ ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നിലവിൽ ഇവർ ഇതുപോലെ പ്ലെയിൻ ആക്കി ഇട്ടേക്കാണ്. മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അടിഭാഗം ടൈലൊക്കെ ഒട്ടിച്ച് മുകൾ ഭാഗം ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഓപ്പൺ ടെറസ്. 2x2 സൈസിലുള്ള മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് നമ്മൾക്കത് ഉപയോഗിക്കാം. അതുപോലെ വസ്ത്രങ്ങൾ അലക്കിടാൻ പറ്റുന്ന അതിനൊക്കെ പറ്റിയ നല്ലൊരു അത്യാവശ്യം ഏരിയ ഉള്ള നല്ലൊരു ഓപ്പൺ ടെറസ്. ഇവിടെ നിന്നാലും പിൻഭാഗത്തും മെയിൻ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് വീടിൻ്റെ ചുറ്റൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 5 സെൻറ്റ് സ്ഥലമാണെന്നുള്ളത്. ഇതിൻ്റെ സേഫ്റ്റി ടാങ്ക് ഹൈടെക് രീതിയിലുള്ള സേഫ്റ്റി ടാങ്കാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. അതായത് 3 ലെയർ ആയിട്ടുള്ള ടാങ്ക്. ഏകദേശം 40,000 രൂപ ആ ഒരു സേഫ്റ്റി ടാങ്കിന് വരെ കോസ്റ്റ് വരുന്നുണ്ട്. സേഫ്റ്റി ടാങ്ക് ഫ്രണ്ടിലാണ് വരുന്നത്, കിണർ വരുന്നത് പിൻഭാഗത്തും. നല്ല ഡിസ്റ്റൻസ് ഉണ്ട്.
5 സെൻറ്റ് സ്ഥലമുള്ളത്, ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ടുള്ള നല്ല വൃത്തിയുള്ള സുന്ദരമായ പുതിയൊരു വീട്. 5 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 2 നില സൂപ്പർ വീട്, പുതിയ വീട്, താമസിക്കാത്ത വീട്. ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ജനൽ ഫ്രെയിം, വാതിൽ ഫ്രെയിം, ജനലും വാതിലത്തിൻ്റെയും ഫുള്ള് ബോഡി വെച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റീലിൻ്റെ ഇത് വെച്ചിട്ടാണ്, ഫ്രെയിം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, കട്ടിലകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലോർ ടൈൽ ചെയ്തിട്ടുള്ളത്. നിറ്റ്കോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടൈലാണ് അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ളത്. ബാത്റൂം ഫിറ്റിങ്സ്, ബാത്റൂമിൽ ടാപ്പുകൾ, അതിനുള്ള ഫിറ്റിങ്സുകൾ ഫുള്ള് ജാഗ്വറിൻ്റെ ആണ്. CP ഫിറ്റിങ്സിൽ നമ്പർ 1 ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ജാഗ്വർ. അതിൻ്റെ ഫിറ്റിങ്സ് ആണ് ബാത്റൂമിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ള് മണൽ, ഇതിൽ സിമെൻറ്റ്, പാറപ്പൊടി വീട്ടിൽ തൊടിയിച്ചിട്ടില്ല, ഫുള്ള് മണൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താമസിക്കാനാണ് നല്ലൊരു വീടാണ് നോക്കുന്നതെങ്കിൽ നല്ല സൂപ്പർ വീട് തന്നെയാണ്. വെള്ളം വറ്റാത്തൊരു കിണറുണ്ട്, കുറച്ച് ഭാഗം റിങ് ഇറക്കിയിട്ടുള്ള, മെയിൻ റോഡിനോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്ലോട്ട്. കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില 43 ലക്ഷം രൂപയാണ്. 43 lakh rupees. 5 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന പുതിയ വീടും 43 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, മഞ്ചേരി വണ്ടൂർ റൂട്ടിൽ ഷാപ്പിൻകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ 43 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.